ഹായ്, ഐ എം സോഴ്സിലേക്ക് അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഈ പഴഞ്ചൊല്ല് കേൾക്കാത്ത മലയാളികൾ വിരളമായിരിക്കും. എത്ര എളിയവർക്കും അവരവരെ കൊണ്ട് സാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഈ വരികൾക്ക് പിന്നിൽ രാമായണത്തെ ആസ്പദമാക്കിയുള്ള മനോഹരമായ ഒരു കഥയുണ്ട്. പണ്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോവാൻ തീരുമാനിച്ച സമയത്ത് കടൽ കടക്കാനുള്ള മാർഗങ്ങൾ ആരായുകയും ചിറകെട്ടി സൈന്യസമേതം ലങ്കയിലെത്താമെന്നും തീരുമാനിക്കുകയും ചെയ്തല്ലോ. വാനരന്മാരുടെ സഹായത്തോടെ ചിറകെട്ടി തുടങ്ങി. മാർഗനിർദ്ദേശങ്ങളുമായി ശ്രീരാമചന്ദ്രൻ മേൽനോട്ടം വഹിച്ച് നടക്കുമ്പോൾ അദ്ദേഹം കൗതുകമായൊരു കാഴ്ച കണ്ടു. ഒരു അണ്ണാൻ കുഞ്ഞ് കടൽ തിരയിൽ മുങ്ങുകയും തിരികെ മണലിൽ കിടന്ന് ഉരുളുകയും വീണ്ടും തിരയിൽ മുങ്ങി ശരീരത്തിൽ പറ്റിയ മണൽത്തരികൾ കടലിൽ കളയുകയും ചെയ്യുന്നു. പലതവണ ഈ കാഴ്ച കണ്ടപ്പോൾ സ്നേഹസ്വരൂപനായ അദ്ദേഹം വാത്സല്യത്തോടെ ആ അണ്ണാൻ കുഞ്ഞിനെ വാരിയെടുത്ത് എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു. താനും ചിറയുടെ പണിയിൽ പങ്കുചേരുകയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അതിനെ തലോടുകയും അനുഗ്രഹങ്ങൾ നൽകി തിരികെ അയക്കുകയും ചെയ്തു ശ്രീരാമചന്ദ്രൻ. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എത്ര വലുതാണ്. നമുക്കെല്ലാം സ്വന്തം കഴിവിൽ വിശ്വാസം കുറവല്ലേ? വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എന്നെക്കൊണ്ട് എന്താവാൻ എന്ന് ചിന്തിച്ച് പലപ്പോഴും പിൻവാങ്ങാറില്ലേ? കഥയിലെ അണ്ണാൻ കുഞ്ഞിനും തൻ്റെ പരിമിതമായ ശക്തി കൊണ്ട് എത്രമാത്രം ദൂരം ചിറകെട്ടാൻ സാധിച്ചു എന്ന് നമുക്കറിയില്ല. വളരെ കുറച്ചേ സാധിച്ചിരിക്കുള്ളൂ. എങ്കിലും ആ സന്നദ്ധയും ഉദ്ദേശശുദ്ധിയും എത്രയോ ശക്തന്മാരായ വാനരന്മാരെ സാധിച്ചിട്ടുണ്ടാവും എന്ന് സ്വാധീനിക്കുന്നില്ലേ? നമ്മുടെ ചെറുതായ പ്രവൃത്തികൾ പോലും വളരെ വലിയ ഫലം ഉണ്ടാക്കാം. പരിമിതമായ ബുദ്ധി വെച്ച് അത് അറിയാൻ വിഷമമാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ ശുദ്ധവും നന്മയിലൂന്നിയതുമായ കർമ്മങ്ങൾ ഭയലേശമന്യേ അനുഷ്ഠിക്കാൻ ഈ കഥ നമുക്ക് ഉണർവേകട്ടെ. ഈ അണ്ണാർക്കണ്ണനുള്ള പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടോ? വളരെ വേഗത്തിൽ മരം കയറാനുള്ള കഴിവും ശരീരഭാഗത്തിൻ്റെ 10 ഇരട്ടി ദൂരം ചാടാനുള്ള കഴിവും കുറ്റമറ്റ ബാലൻസിങ്ങിന് സഹായിക്കുന്ന രോമനിമിഡമായ വാല്, സ്ഥിരമായി വളരുന്ന പല്ലുകൾ, ഇവയുടെ വാല് കമ്പിളി പുതപ്പ് പോലെ തണുപ്പിൽ നിന്നും കുട പോലെ മഴ, വെയിൽ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. കാലുകൾ 180 ഡിഗ്രി വരെ തിരിക്കാൻ കഴിയുന്നതിനാൽ മരത്തിൽ നിന്ന് താഴേക്ക് തല കുത്തിയിറങ്ങാൻ സാധിക്കുന്ന മരത്തിൽ നിന്നും വീഴുമ്പോൾ പാരച്യൂട്ട് പോലെ പ്രവർത്തിച്ച് വേഗത കുറക്കാനും തണുപ്പ് കാലത്ത് ശരീരത്തെ ചൂടാക്കാനും വാല് സഹായിക്കുന്നു. പഴങ്ങൾ, വിത്തുകൾ, പരിപ്പുകൾ എന്നിവ കഴിക്കുന്നു. ഇത് ഭാവിയിലേക്കായി ഭക്ഷണം മണ്ണിൽ കുഴിച്ചിടുന്ന ശീലമുണ്ട്. എലികളുടെ വർഗത്തിൽപ്പെട്ട അണ്ണാൻ്റെ പല്ലുകൾ ജീവിതാവസാനം വരെ വളരുന്നു. വലിയ കണ്ണുള്ളതിനാൽ ശത്രുക്കളെയും ഓടുന്ന വഴികളും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. കാട്ടിലാണെങ്കിൽ ഈ അണ്ണാന് ഒരു 6 വർഷം അല്ലെങ്കിൽ 12 വർഷം വരെയും, വീടുകളിൽ വളർത്തുമ്പോൾ 20 വർഷം വരെയും ജീവിക്കും ഈ അണ്ണാൻ. അതിൻ്റെ കളികളും അത് കളിക്കുന്നതെല്ലാം ഒരു നിമിഷം നോക്കി നിന്നാൽ നമ്മ മനസ്സും അതൊരു കുളിർമയാവും. അതുപോലെ തന്നെ ഈ അണ്ണാൻ കുഞ്ഞിൻ്റെ കളികളൊന്ന് കുറച്ചു നേരം കണ്ടു നോക്കൂ. നമ്മളെ മനസ്സിന് എത്ര ആത്മവിശ്വാസം, മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്നത് ഒന്ന് കണ്ടു നോക്കൂ ഇതിൻ്റെ കളികളിലൂടെ.